ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ മോനെ, നീ ഒന്ന് നിന്നേ. നീ ഇന്നലെ എവിടെയായിരുന്നു? മുത്തശ്ശി, ഞാൻ ഇന്നലെ കൂട്ടുകാരന്റെ റൂമിൽ നിൽക്കുകയാണ്. രാവിലെ വരൂ എന്നുള്ളത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നല്ലോ. ഇന്നലെ ഞങ്ങൾ എല്ലാരും നിന്നെ എത്ര പ്രാവശ്യം മാറി മാറി വിളിച്ചോ ബി? ഒരു തവണയെങ്കിലും നിനക്ക് ഫോൺ എടുത്ത് സംസാരിച്ചൂടെ? അല്ലെങ്കിൽ ഒന്ന് തിരിച്ചു വിളിച്ചൂടെ? ഞാൻ ഭയങ്കര ടയർഡായി പോയി. വെയിൽ മുഴുവൻ കൊണ്ടിട്ട് ആ ഗുളികയും കുടിച്ച് അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ആ ഉറക്കത്തിലാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു, അതും പാതി ഉറക്കത്തിൽ. മോനെ, നിന്നെ കാണാതെ ഞങ്ങളൊക്കെ എത്ര വിഷമിച്ചു എന്നറിയോ? വിളിച്ചിട്ട് എടുക്കാതിരുന്നപ്പോ വല്ലാത്ത ടെൻഷനായി. മക്കൾ എവിടെങ്കിലും പോയാ വിവരങ്ങൾ അറിയാതെ വീട്ടിലിരിക്കുന്ന ഞങ്ങളൊക്കെ എന്തുമാത്രം വിഷമിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. അതെനിക്ക് പ്രായമായി. ഞാനൊരു അച്ഛനാകുമ്പോൾ മനസ്സിലാവുന്ന പറയാനാണോ അച്ഛൻ ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഇതൊക്കെ ക്രിഞ്ച് ഡയലോഗാണ് അച്ഛൻ. എനിക്കിത്രയും പ്രായമില്ല. അതുകൊണ്ട് എൻ്റെ പ്രായത്തിലുള്ള വ്ളോഗ് ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വേൾഡ് ടൂർ അടിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതും ഈ ചൈക്ലോസ് ആയിട്ട്. ഇനി വന്നേ. അതൊക്കെ ശരിയാ, പക്ഷെ നീ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതല്ലേ. അപ്പോ ഞങ്ങൾ നീ വരുമെന്ന് പ്രതീക്ഷിക്കില്ലേ? പോരാത്തതിന് മുത്തശ്ശി എന്തോ അരുതാത്ത സ്വപ്നം കണ്ടു. ഒരു പണിയില്ലാതെ വെറുതെ കിടന്ന് ഉറങ്ങിയാൽ അങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളെ കാണും. അതിന് എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ വഴക്ക് പറഞ്ഞതല്ല. എന്നാലും സാരമില്ല, വെറുതെ ഉപദേശിക്കരുത്. ഭയങ്കര ശോകമാണ്. എല്ലാവർക്കും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി ഫ്രഷ് ആയിക്കോട്ടെ. ഇവന്റെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്. എന്റെ അഭി ഇങ്ങനെയല്ല. ഹലോ ഹലോ പൃഥ്വി, ഞാൻ പറഞ്ഞ ക്യാഷിന്റെ കാര്യം എന്തായി? അത് കിട്ടാൻ ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ നിന്നോടും ചെയ്യണോ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ അത്രയും പണമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ കാര്യം കഴിഞ്ഞോ? ഇതൊന്നും എന്റെ മാത്രം തെറ്റുകൾ കൊണ്ട് സംഭവിച്ചതല്ല. പിന്നെ എന്റെ തെറ്റാണോ? സ്പെഷ്യൽ പോലീസ് ടീമാണ് എല്ലാം ചെയ്യുന്നത്. അവർ നമ്മൾ കരുതിനേക്കാളും പവർഫുൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ ആരാണെന്ന് എനിക്ക് കാണിച്ചതാ. ഒളിച്ചിരുന്ന് നിയമം നടത്തുന്നവരെ പുറത്തു കൊണ്ടുവാ. നീ നിനക്കതിനെ സാധിച്ചാ ഈ ക്യാഷ് നീ എനിക്ക് തരണ്ട. ഞാൻ നോക്കാം. ചോയ്സ് നിന്റെയാണ്. ക്യാഷ് ഓർ ഇൻഫർമേഷൻ. അവർ ആരാണെന്ന് നീ വിചാരിച്ചാൽ കണ്ടുപിടിക്കാം. യൂസ് യുവർ ബ്രെയിൻ. നിന്റെ കയ്യിലൊരു ചാനലുണ്ട്, യൂസ് ഇറ്റ്. ആദ്യ ആ കേസ് ടെലികാസ്റ്റ് ആയി ചാനലിന് അത്രയും ഹൈപ്പ് കിട്ടിയപ്പോ മനസ്സാകെ ഒന്ന് ഡള്ളായതാ. ഈ പൂർണിമയ്ക്ക് വല്ലാത്ത ഭാഗ്യവും വലിയ വിജയങ്ങളും എന്തിനാ കൊടുക്കുന്നേന്ന് ഈശ്വരന്മാരോട് ഞാൻ ശരിക്കും ചോദിച്ചതാ. അതിനെന്താ, അവരപ്പൊ തന്നെ നിനക്ക് മറുപടി തന്നില്ലേ? വിജയങ്ങള് പരാജയങ്ങളാവാൻ അധികം സമയം വേണ്ടെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? സത്യം അത്.